ഹലോ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം തയ്ച്ച ചുരിദാർ അതിൻ്റെ ബാക്കി നമ്മൾ തയ്ക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ അതേ കഴുത്ത് നമ്മൾ 6.5 ഇഞ്ച് കഴുത്തിൻ്റെ താഴ്ചയും 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലവും ഇട്ട് കഴുത്ത് നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കുവാണ്. നമ്മൾ സ്റ്റാൻഡ് ഇട്ടാണ് വെട്ടുന്നത്, കഴുത്തിൻ്റെ അകലം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്ക് പീസും അതുപോലെ തന്നെ 4.5 ഇഞ്ച് കഴുത്തിൻ്റെ താഴ്ച, 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, അതും ഷേപ്പ് ചെയ്ത് നമ്മൾ സ്റ്റാൻഡ് ഇട്ടാണ് വെട്ടിയെടുക്കുന്നത്. അത് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു തുണിയിലേക്ക് അത് പതിച്ചിട്ട് അതിങ്ങനെ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഒട്ടിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഒട്ടിക്കാറൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അടിച്ചങ്ങ് പിടിപ്പിക്കുകയാണ്. പിന്നെ ചുരിദാറിൻ്റെ സെൻറ്റർ പീസും കണ്ടു, നമ്മൾ പിന്നെ കഴുത്ത് തയ്ച്ചിരിക്കുന്നതിൻ്റെ സെൻറ്റർ കണ്ടു, ചോക്ക് വെച്ച് അടയാളപ്പെടുത്തുന്നു, അതിനെ ഷേപ്പ് ചെയ്ത് വട്ടത്തിൽ നമ്മൾ തയ്ച്ചെടുക്കുന്നു. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ നമ്മൾ കുറച്ച് വെട്ടി ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ പുറംകാണി അടിച്ച് എന്നെ മടക്കി എടുക്കുന്നു. അതിനുശേഷം നമ്മൾ കൈക്കുഴി ശലം ചേർത്ത് നമ്മൾ അകത്തേക്ക് കയറ്റിയാണ് വെട്ടുന്നത്. നമ്മൾ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അകത്തേക്ക് നന്നായിട്ട് കയറ്റിയാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. ഞാൻ തയ്ക്കുന്ന ചുരിദാർക്കെല്ലാം അങ്ങനെ അകത്തേക്ക് നല്ലപോലെ കുഴിച്ചാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. അത് നല്ല ഫിറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഷോൾഡറും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൈയുടെ സെൻറ്റർ കണ്ടുകൊണ്ട് നമ്മൾ അതിലോട്ട് യോജിപ്പിക്കുന്നു. പിന്നെ കൈയുടെ വണ്ണം നമ്മൾ 10.5 ഇഞ്ചാണ്, അത് നമ്മൾ അടയാളപ്പെടുത്തി അതും തയ്ക്കുവാണ്. പിന്നെ നമ്മൾ സ്ലിറ്റാണ് അടിക്കുന്നത്. അതിനെ ഞാൻ 4ആയിട്ട് മടക്കിയാണ് ഞാൻ സ്ലിറ്റ് അടിക്കുന്നത്. അപ്പോൾ നല്ല ബലം കിട്ടും, ആ തയ്ച്ച് ഇട്ടാലും നല്ല ഭംഗിയായിട്ട് ചുളുക്കവോ ഒന്നും വരാതെ അത് നല്ല വൃത്തിയായിട്ട് കിട്ടും. അങ്ങനെ 4ആയിട്ട് മടക്കിയാണ് ഞാൻ സ്ലിറ്റ് അടിക്കുന്നത്. അങ്ങനെ നമ്മളെ ആ ചുരിദാർ ഫുള്ളത്തിലോട്ടുണ്ട്, എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നാളെ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.